Hello friends, welcome to Bake and Cook Easy. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടാപ്പാവ് ആണ്. വടാപ്പാവ് ഒരു സ്ട്രീറ്റ് ഫുഡ് ആണ്. അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് ബോംബെ ബർഗർ എന്നും പേരുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ ബണ്ണാണ്. ബണ്ണെന്ന് പറഞ്ഞാൽ ചെറിയ ബണ്ണാണ്. ഇതിന് നമുക്ക് പാവ് എന്ന് പറയും. പിന്നെ നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെക്കണം. നമുക്ക് കുക്കറിൽ 3 എണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. വേപ്പില ആവശ്യത്തിന്, പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി 2 ടേബിൾ സ്പൂണും വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും. ഇത് നമുക്ക് ഒന്ന് ഉടച്ച് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി നമ്മൾക്ക് ആദ്യം ബാറ്റർ റെഡിയാക്കണം. ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്. ഇനി നമുക്ക് ആദ്യം കടലമാവും വെള്ളവും കൂടി മിക്സ് ചെയ്യണം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. നമുക്ക് ഇതിൽ വേണം മുക്കി വറുക്കാനായിട്ട്. പൊട്ടറ്റോ നമ്മൾ ബോളാക്കിയിട്ട് വടയുടെ ഷേപ്പാക്കി വറുത്തെടുക്കണം. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, മസാല ആക്കി എടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, നല്ല ജീരകം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റണം. വേപ്പിലയും കുറച്ചിടണം. ഇനി നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല ഉടച്ചെടുക്കണം. അത് കുറച്ച് സമയം എടുത്ത് ചെയ്യണം. നമ്മളുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ള് കായ ഇട്ട് കൊടുക്കണം അതിൽ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം ചെറിയ ഉരുളാക്കി വെക്കണം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്തുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ബണ്ണിൻ്റെ അകത്ത് വെക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊപ്പം തന്നെ നമുക്ക് കപ്പലണ്ടി കുറച്ചിട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് ഉണ്ട് ഇത്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കണം. ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി വെക്കണം, ചെറിയ ബോളായിട്ട്. പിന്നെ ഉരുട്ടി വെക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ടാണെങ്കിൽ പെട്ടെന്നാവും. നമ്മുടെ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പൊട്ടറ്റോ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം.
നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള ബാറ്റർ വരുമ്പോൾ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. ബൂന്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് തൈരിലിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇത് നല്ല ഇതായിട്ട് കിട്ടി, കറക്റ്റായിട്ട് നല്ല ബൂന്തിയായിട്ട് കിട്ടി. ബണ്ണ് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ബണ്ണിൽ ഈ ചട്നി ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഈ വട ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചട്നി കുറച്ച് ഇതിൽ വെച്ച് കൊടുക്കാം മുകളിൽ. ഇനി നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. വടാപ്പാവ് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ നമ്മളുടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബാക്കി വന്ന മാവ് വെച്ചിട്ട് നമ്മൾ ബൂന്തി ഉണ്ടാക്കിയിട്ട് തൈരായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം.